രാമായണ ശീലുകളാൽ മുഖരിതമായി ക്ഷേത്രങ്ങളും വീടുകളും. രാമായണ മാസാചരണത്തിന് ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലും തുടക്കമായി. കർക്കിടകം പിറന്നതോടെ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഗൃഹങ്ങളും രാമായണ ശീലുകളാൽ മുഖരിതമാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണമാണ് പാരായണം ചെയ്യുന്നത്. അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു, ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതു തിഞ്ഞു മര്യാദയും അത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാരുമേ മൃത്യു എന്നതും മുന്നേ കൽപ്പിതം ജഗത്മതേ. ഭൂമിയെ നനയ്ക്കുന്ന കാലമാണ് കർക്കിടകം. തിരിമുറിയാതെ പെയ്യുന്ന മഴ ഭൂമിയെ തണുപ്പിക്കുമ്പോൾ ഉൾത്താപം കുറയ്ക്കാനും മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് നയിക്കാനുമാണ് രാമായണ വായന. രാമന്റെ ധർമ്മസങ്കടങ്ങളിലൂടെയും സീതയുടെ കഠിന ദുഃഖങ്ങളിലൂടെയും വായിക്കുന്നയാളും നടക്കുന്നു. ആരെല്ലാം എങ്ങനെയാവണമെന്നും എങ്ങനെ ആവരുതെന്നും നമ്മളെ രാമായണം പഠിപ്പിക്കുന്നുണ്ട്. ഈ രാമായണത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചത്. രാമായണം എന്തിനു വേണ്ടിയാണ്? അതായത് നമ്മുടെ പ്രദേശത്ത് ശാന്തിയും സമാധാനവും എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഓരോ ഭവനങ്ങളിലും രാമായണം വായിക്കുന്നത്. രാമായണത്തെ പ്രധാന ശ്ലോകമേതാ? രാമം ദശരഥം വിത്തി മാം വിത്തി ജനകാത്മജം അയോധ്യാം അടവിയും വിത്തി. ഇതാണ് രാമായണത്തെ പ്രധാന ശ്ലോകം. ഇത് ആരോട് പറയുന്നു? അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ചുരുക്കി പറയണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. സമ്പൽ സമൃദ്ധമായി ഐശ്വര്യ സമ്പൂർണമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ജനിച്ചിരിക്കുകയാണ് രാമനായിട്ട്. എല്ലാ ഭവനങ്ങളിലും, അതായത് നമ്മൾ കർക്കിടക 1-ാം തീയതി മുതൽ രാമായണം എല്ലാ ഭവനങ്ങളിലും വായിക്കുകയാണ്, വായിച്ചു തീർക്കുക. അങ്ങനെ ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കും എന്ന നിർത്തോടെ ഇതോടൊപ്പം കുടുംബ സത്സംഗങ്ങളും നടത്തുന്നുണ്ട്. കാമൻകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണം. ഇവിടെ വൈകുന്നേരം എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും സംഘടനാ പ്രവർത്തകരും ചേർന്ന് പൂജകളും അർച്ചനകളും ഭജനയും ഒക്കെയായി ഏതാണ്ട് 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുടുംബ സത്സംഗമാണ് നടത്തിയത്. ഇവിടെ ആരംഭിച്ചിട്ടാണ് 30 പരം വർഷങ്ങളായിട്ടുണ്ട്. ഇത്തവണയും മുൻകൊല്ലങ്ങളിലെ പോലെ തന്നെ നല്ല രീതിയിൽ ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണ കുടുംബ സത്സംഗങ്ങളും അമ്പലത്തിലെ പാരായണവും ഒക്കെ വളരെ സജീവമായിട്ട് നടത്തുകയാണ്. അതിൻ്റെ സമാരംഭ ദിവസമാണിന്ന്. വൈകുന്നേരങ്ങളിൽ പ്രത്യേക പൂജകളും ഭജനയും ഉൾപ്പെടെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.